നീറ്റ് പരീക്ഷയുടെ ടെൻഷൻ ഇല്ലാതെ MBBS സീറ്റിനായി കോടികൾ ചെലവാക്കാതെ തന്നെ നിങ്ങളുടെ മക്കളുടെ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് ചേർക്കാൻ കഴിഞ്ഞാലോ? നമസ്കാരം പ്രിയ രക്ഷിതാക്കളെ, പറഞ്ഞു വരുന്നത് മുമ്പ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞിരുന്ന അലൈഡ് ഹെൽത്ത് പ്രൊഫഷനെ പറ്റിയാണ്. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആക്ട്. ഈ പുതിയ നിയമപ്രകാരം ബിരുദാനന്തര ബിരുദമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾക്കും തങ്ങളുടെ പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് ഔദ്യോഗികമായി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ തന്നെ രോഗികളെ പരിശോധിക്കാനും അവർക്ക് കൃത്യമായ തെറാപ്പികൾ നിർദ്ദേശിക്കാനും ഇവർക്ക് അധികാരമുണ്ട്. വെറുമൊരു കരിയർ എന്നതിലുപരി സമൂഹത്തിൽ വലിയ ബഹുമാനവും സ്വന്തമായ ഒരു ക്ലിനിക്കിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അധികാരവും ഇന്ന് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ഉണ്ട്. ഈ വർഷം നീറ്റ് ഇല്ലാതെ തന്നെ പ്രവേശനം നേടാൻ കഴിയുന്ന എന്നാൽ ഡോക്ടർ പദവി നൽകുന്ന ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BPT, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. കായിക താരങ്ങൾ മുതൽ പക്ഷാഘാതം വന്നവർ വരെ ഇന്ന് ആശ്രയിക്കുന്നത് ഫിസിയോതെറാപ്പിസ്റ്റുകളെയാണ്. സ്പോർട്സ് മെഡിസിനിൽ ഇതിന് വലിയ ഡിമാൻഡാണുള്ളത്. 2, BOT, ബാച്ചിലർ ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി. ശാരീരികമോ മാനസികമായ വെല്ലുവിളികൾ നേരിടുന്നവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന മാന്ത്രിക വിദ്യയാണിത്. വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങളാണ് ഇതിന് ശമ്പളം എന്ന് ഓർക്കുക. 3, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജി. കുട്ടികളിലെ സംസാര വൈകല്യങ്ങൾ മുതൽ പ്രായമായവരുടെ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ വരെ പരിഹരിക്കുന്ന പ്രൊഫഷനാണിത്. 4, സൈക്കോളജി ആൻഡ് ന്യൂട്രീഷൻ. മാനസികാരോഗ്യത്തിന്റെ വില ഇന്ന് എല്ലാവർക്കും അറിയാം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ എന്ന നിലയിൽ ഇവർക്ക് സ്വന്തമായി കൺസൾട്ടേഷൻ തുടങ്ങാം. മറ്റ് ജോലികളിൽ നിന്ന് ഈ മേഖലയെ വ്യത്യസ്തമാക്കുന്നത് ഇതിലെ പ്രൈവറ്റ് പ്രാക്ടീസ് സാധ്യതയാണ്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ഇവർക്ക് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാം. കുറഞ്ഞ നിക്ഷേപത്തിൽ വലിയ ലാഭം, രോഗികളുമായി നേരിട്ടുള്ള ബന്ധം, സമൂഹത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരം, ഹോം കെയർ സർവീസുകളിലൂടെ വലിയ വരുമാനം കണ്ടെത്താനുള്ള അവസരം, ഇതൊക്കെ നേടാനാണ് ഈ കോഴ്സുകളിലൂടെ ഇവർക്ക് സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണയായി ഇത്തരം കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ പല സംസ്ഥാനങ്ങളിലും കടമ്പകൾ ഏറെയാണ്. എന്നാൽ ഈ വർഷം നീറ്റ് പരീക്ഷയുടെ നിബന്ധനകൾ ഇല്ലാതെ തന്നെ പല പ്രമുഖ സർവകലാശാലകളും ഈ കോഴ്സുകളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒട്ടും തന്നെ മടിക്കണ്ട. ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റുപറ്റിയാൽ അത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാം. ശരിയായ തീരുമാനം എടുക്കുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് മറക്കണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ഒരു കരിയർ അപ്ഡേറ്റുമായി വരാം. അതുവരേക്കും നല്ല നമസ്കാരം.